നമ്മളെല്ലാവരും ബിഗ് ബോസ് കാണുന്നവരാണല്ലേ. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് മലയാളത്തിലെ സീസൺ 1 കണ്ടസ്റ്റൻസിനെയും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും? ആരായിരുന്നു അതിൻ്റെ വിന്നർന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ എത്ര പേർ ആ സീസൺ 1 കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ സീസൺ 7 വിന്നർ തീർച്ചയായിട്ടും അർഹരായിട്ടുള്ളവരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ വിന്നർ ആരാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര പേര് തുടർച്ചയായിട്ട് എല്ലാ സീസണും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത സീസണിൽ നിങ്ങൾക്ക് അർഹരായിട്ട് വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് ആരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അപ്പോൾ ഈ ഒരു കണ്ടസ്റ്റൻസിൻ്റെ 2018 ഇപ്പോഴത്തെയും പ്രായവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആദ്യമായിട്ടുള്ളത് ശ്വേത മേനോനാണ്. ശ്വേത മേനോൻ 2018 ബിഗ് ബോസിൽ വരുമ്പോൾ അവരുടെ പ്രായം 44 ആയിരുന്നു. അവർ 35-ാമത്തെ ദിവസം ഈ ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രായം 51 ആണ്. അടുത്തത് ദീപൻ മുരളിയാണ്. ദീപൻ മുരളി 2018 ഈ ബിഗ് ബോസിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 32 ആയിരുന്നു. അദ്ദേഹം 2018 സീസൺ 1 28-ാമത്തെ ദിവസം ബിഗ് ബോസിൽ നിന്നും എവിക്റ്റായി. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം 39 ആണ്. അടുത്തത് ശ്രീലക്ഷ്മി ശ്രീകുമാർ ആണ്. ശ്രീലക്ഷ്മി ശ്രീകുമാർ 2018 മലയാളം ബിഗ് ബോസിൽ വരുമ്പോൾ അവരുടെ പ്രായം 23 ആയിരുന്നു. അവർ 27-ാമത്തെ ദിവസം ഈ ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രായം 30 ആണ്. അടുത്തത് ശ്രീനിഷ് അരവിന്ദ് ആണ്. ശ്രീനിഷ് അരവിന്ദ് 2018 മലയാളം ബിഗ് ബോസ് സീസൺ 1 വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 33 ആയിരുന്നു. അദ്ദേഹം 98-ാമത്തെ ദിവസം 3rd റണ്ണറപ്പ് ആയിട്ടായിരുന്നു ഇതിൽ നിന്നും പുറത്തു വന്നിരുന്നത്. ശ്രീനിഷിൻ്റെ അപ്പോഴത്തെ പ്രായം 33 ആയിരുന്നു. ശ്രീനിഷിന് ഇപ്പോൾ പ്രായം 40. അടുത്തത് ഹിമ ശങ്കർ ആണ്. ഹിമ ശങ്കർ 2018 സീസൺ 1 വരുമ്പോൾ അവരുടെ പ്രായം 31 ആയിരുന്നു. ഹിമ ശങ്കർ 21-ാമത്തെ ദിവസം എവിക്റ്റ് ആയിരുന്നു. അതിനുശേഷം 49-ാമത്തെ ദിവസം തിരിച്ച് റീ എൻട്രി ചെയ്തു. 77-ാമത്തെ ദിവസം റീ എവിക്റ്റ് ആയിരുന്നു. അതിൽ വരുമ്പോൾ അവരുടെ പ്രായം 31 ആയിരുന്നു. ഇപ്പോൾ പ്രായം 38 ആണ്. അടുത്തത് അരിസ്റ്റോ സുരേഷ് ആണ്. അരിസ്റ്റോ സുരേഷ് 2018 ബിഗ് ബോസിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 49 ആയിരുന്നു. 98-ാമത്തെ ദിവസം 4ാമത്തെ റണ്ണറപ്പായി അദ്ദേഹം പുറത്തായി. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം 56 ആണ്. അടുത്തത് ദിയാസനയാണ്. ദിയാസന ബിഗ് ബോസ് 2018 വരുമ്പോൾ അവരുടെ പ്രായം 25 ആയിരുന്നു. അവർ 42-ാമത്തെ ദിവസം ബിഗ് ബോസിൽ നിന്നും പുറത്തായിരുന്നു. ദിയാസനയുടെ ഇപ്പോഴത്തെ പ്രായം 32 ആണ്. അടുത്തത് അനൂപ് ചന്ദ്രനാണ്. അനൂപ് ചന്ദ്രൻ 2018 സീസൺ 1 വരുമ്പോൾ അനൂപ് ചന്ദ്രൻ്റെ പ്രായം 42 ആയിരുന്നു. അദ്ദേഹം 70-ാമത്തെ ദിവസം ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം 49 ആണ്. അടുത്തത് അദിതി റായ് ആണ്. അദിതി റായ് മലയാളം ബിഗ് ബോസ് സീസൺ 1 വരുമ്പോൾ അവരുടെ പ്രായം 22 ആയിരുന്നു. അവർ 95-ാമത്തെ ദിവസം മലയാളം സീസൺ 1 നിന്നും എവിക്റ്റ് ആയിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രായം 29 ആണ്. ഇവരെല്ലാം വളരെയധികം വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. കൂടാതെ ആർക്കെങ്കിലും വയസ്സ് കൂടിയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴും അവർ പണ്ട് കണ്ടത് അതേപോലെയാണെങ്കിൽ തീർച്ചയായും അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീസൺ 1 കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഇപ്പോൾ സീസൺ 7 ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് അതും ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തപരമായിട്ട് 8ാമത്തെ സീസണിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കാം എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നതെന്ന്. അടുത്തത് ബഷീർ ബാഷിയാണ്. ബഷീർ ബാഷി 2018 സീസൺ 1 വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 32 ആയിരുന്നു. അദ്ദേഹം 84-ാമത്തെ ദിവസം സീസൺ 1 നിന്നും പുറത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം 39 ആണ്. അടുത്തത് മനോജ് കെ വർമ്മയാണ്.
മനോജ് കെ വർമ്മ ഇതിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 38 ആയിരുന്നു. അദ്ദേഹം ഈ സീസണിൽ 4-ാമത്തെ ദിവസം സ്വയമേ വാക്കൗട്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം 45 ആണ്. അടുത്തത് പേർളി മാണിയാണ്. പേർളി മാണി 2018 മലയാളം സീസൺ 1 വരുമ്പോൾ അവരുടെ പ്രായം 29 ആയിരുന്നു. 98-ാമത്തെ ദിവസം 1-ാമത്തെ റണ്ണറപ്പായി പേർളി മാണി ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നു. പേർളി മാണിയുടെ ഇപ്പോഴത്തെ പ്രായം 36 ആണ്. അടുത്തത് ഡേവിഡ് ജോൺ ആണ്. ഡേവിഡ് ജോൺ 2018 മലയാളം സീസൺ 1 വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 28 ആയിരുന്നു. അദ്ദേഹം 7-ാമത്തെ ദിവസം എവിക്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം 35 ആണ്. അടുത്തത് സാബുമോൻ അബ്ദുസമദ് ആണ്. സാബുമോൻ അബ്ദുസമദ് 2018 മലയാളം സീസൺ 1 വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 43 ആയിരുന്നു. അദ്ദേഹം മലയാളം സീസൺ 1 ടൈറ്റിൽ വിന്നർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം 50 ആണ്. അടുത്തത് അർച്ചന സുശീലനാണ്. അർച്ചന സുശീലൻ 2018 ബിഗ് ബോസ് സീസൺ 1 വരുമ്പോൾ അവരുടെ പ്രായം 29 ആയിരുന്നു. ഇപ്പോൾ അവരുടെ പ്രായം 36 ആണ്. അവർ 91-ാമത്തെ ദിവസം മലയാളം സീസൺ 1 നിന്നും എവിക്റ്റ് ആയിരുന്നു. അടുത്തത് രഞ്ജിനി ഹരിദാസ് ആണ്. രഞ്ജിനി ഹരിദാസ് മലയാളം സീസൺ 1 2018 വരുമ്പോൾ അവരുടെ പ്രായം 36 ആയിരുന്നു. അവർ 63-ാമത്തെ ദിവസം മലയാളം സീസൺ 1 നിന്നും എവിക്റ്റ് ആയിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രായം 43 ആണ്. അടുത്തത് ഷിയാസ് കരീമാണ്. വൈൽഡ് കാർഡ് എൻട്രിയിലാണ് ഷിയാസ് കരീം ഈ മലയാളം സീസൺ 1 വന്നിരുന്നത്. അതിൽ വരുമ്പോൾ അവരുടെ പ്രായം 29 ആയിരുന്നു. അദ്ദേഹം 98-ാമത്തെ ദിവസം സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ 2018 പ്രായം 29-ഉം ഇപ്പോഴത്തെ പ്രായം 36-ഉമാണ്. അടുത്തത് അഞ്ജലി അമീറാണ്. അഞ്ജലി അമീറും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരുന്നു ഈ ബിഗ് ബോസിലേക്ക് വന്നിരുന്നത്. വരുമ്പോൾ അവരുടെ പ്രായം 25 ആയിരുന്നു. അവർ 43-ാമത്തെ ദിവസം വാക്കൗട്ടായി. അവരുടെ ഇപ്പോഴത്തെ പ്രായം 32 ആണ്. ഇവരിൽ ആരുടെ മാറ്റമാണ് നിങ്ങളെ ഏറ്റവും അതിശയിപ്പിച്ചത്? 2018 മുതൽ 2025 വരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വന്നത് ആരാണെന്ന് കമൻറ്റിൽ പറയുക. നിങ്ങളോടൊപ്പം ഞാനും കമൻറ്റിൽ നോക്കാം ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് ആരുടെ മാറ്റമാണെന്ന്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസണിൽ നമ്മളെല്ലാവരും ഓർക്കുന്ന റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സീസണായിരുന്നു. അവരുടെ 2018-ലെയും 2025-ലെയും പ്രായമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോയിലൂടെ കണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം ത്രോബാക്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ കമ്പാരിസൺ വീഡിയോകൾ അല്ലെങ്കിൽ ഏജ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോകളെല്ലാം കൂടെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക.